അങ്ങനെ ഈ ആഴ്ചത്തേക്കുള്ള വെജിറ്റബിൾസ് എല്ലാം വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിനെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കണം. കുറച്ച് വിനാഗിരിയും സോഡാപ്പൊടിയും കൂടി ഇട്ടിട്ടാണ് കഴുകാനായിട്ട് വെച്ചത്. മല്ലിയിലൊന്നും ഞാൻ കഴുകത്തില്ല. അതിന് ഇതേപോലെ ടിഷ്യൂവിൽ ലെയർ ചെയ്തിട്ട് നല്ല എയർ ടൈറ്റ് ആയിട്ട് വെക്കും. ബാക്കി നമ്മൾ ഫ്രിഡ്ജിലോട്ട് വെക്കുന്ന വെജിറ്റബിൾസ് എല്ലാം കഴുകി ഉണക്കി തോർത്തി ഈർപ്പൊന്നും ഇല്ലാണ്ട് ഇതേപോലെ ടിഷ്യൂ പേപ്പറിലോട്ട് വെക്കും. ഈ ബെറീസ് ഒക്കെ പെട്ടെന്ന് കേടാവും. അത് കേടാവുന്ന ഈർപ്പമുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഈർപ്പില്ലാണ്ട് ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ അത് കേടാവത്തില്ല. ഇപ്പോൾ ഈവൻ മുന്തിരിങ്ങയാണെങ്കിലും ടിഷ്യൂ പേപ്പറിലൊന്ന് അടിയിലോട്ട് വെച്ചിട്ട് പിന്നെ അതിൻ്റെ എന്താ പറയുന്നത് അങ്ങനെ ഒന്ന് ലെയർ ചെയ്തിട്ടാണ് ഞാൻ വെക്കുന്നത്. പിന്നെ കട്ട് ചെയ്തേക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ഞാൻ ഒരു ദിവസത്തേക്ക് മാത്രമേ ഫ്രിഡ്ജിലോട്ട് വെക്കത്തുള്ളൂ. ബാക്കി അത്രയും ഫ്രീസറിൽ വെക്കാനായിട്ടാണ് ഈ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരാഴ്ചത്തേക്ക് നമ്മൾ മീൽ പ്ലാനിൽ എന്തൊക്കെയാണോ ഉണ്ടായിരിക്കുന്ന കറികൾ അതിനനുസരിച്ചിട്ടാണ് കട്ട് ചെയ്തെല്ലാം വെക്കുന്നത്. അപ്പം ഒരു ദിവസത്തേക്ക് അല്ലെങ്കിൽ അങ്ങേയറ്റം 2 ദിവസത്തേക്ക്, അതിനപ്പുറത്തോട്ട് ഫ്രിഡ്ജിൽ ഞാൻ വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെക്കത്തില്ല കേട്ടോ. വഴുതനങ്ങ ഒന്നും ഞാൻ കട്ട് ചെയ്ത് വെക്കുമ്പോൾ എനിക്ക് കളറ് ചേഞ്ച് ചെയ്യുന്ന പോലെ ഒന്നും എനിക്ക് വരാറില്ല. അത് പെട്ടെന്ന് എടുക്കുന്നത് കൊണ്ടായിരിക്കണം കേട്ടോ. എൻ്റെ അടുത്ത് 1-2 പേര് അതിനെക്കുറിച്ച് പറഞ്ഞായിരുന്നു. സാലഡിനൊക്കെ ആണെങ്കിൽ ഈ ലെറ്റസൊക്കെ ആണെങ്കിൽ നമ്മൾ ഇതേപോലെ ടിഷ്യൂവിൽ ഒന്ന് കവർ ചെയ്ത് വെക്കുകയാണെങ്കിൽ കേടാവത്തില്ല. ഞാൻ ഈ ഫ്രിഡ്ജിൽ വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മല്ലിയില, കറിവേപ്പില, പച്ചമുളക്, സാലഡിനുള്ള ഐറ്റംസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ പ്രിപ്പയർ ചെയ്ത് വെക്കത്തുള്ളൂ. പിന്നെ ഒറ്റ ദിവസത്തേക്ക് കുക്ക് ചെയ്യാനുള്ളതും ബാക്കി അത്രയും വെക്കുന്നത്